നമ്മുടെ കർത്താവ് നൽകിയ മഹാനിയോഗത്തെ അധികരിക്കുന്നതായ ആത്മീക പാഠങ്ങളാണല്ലോ നാം ചിന്തിച്ചു വരുവാൻ ഇടയായിട്ട് തീരുന്നത്. മഹാനിയോഗത്തിലുള്ള ആദ്യത്തെ കാര്യമായിരുന്നു നമ്മുടെ ചിന്താവിഷയം പോയി പ്രസംഗിക്കണം. അതിനെ സംബന്ധിക്കുന്നതായ വിശദാംശങ്ങളാണ് നാം കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. പോയി എന്തെല്ലാം പ്രസംഗിക്കണം എന്നുള്ളത് കർത്താവ് ലൂക്കോസ് സുവിശേഷത്തിൽ ആ നിയോഗത്തിൽ വ്യക്തമാക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിക്കാൻ ഇടയായിട്ട് തീർന്നു. ക്രിസ്തു കഷ്ടമനുഭവിച്ച് മരിച്ച കാര്യം പ്രസംഗിക്കണം. രണ്ടാമത്തെ കാര്യവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചായിരുന്നു. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കാര്യം പ്രസംഗിക്കണം. അപ്പോൾ അവിടെ നമ്മൾ മരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും മഹത്വം, അതിൻ്റെ പല തലങ്ങൾ ഓർക്കാൻ ഇടയായിട്ട് തീർന്നു. ഈ നിയോഗം കൃത്യമായിട്ട് അനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ അത് വലിയ രൂപാന്തരത്തിന് മുഖാന്തരമായിട്ട് തീരും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തു. നമ്മൾ മരണത്തെ പ്രസ്താവിക്കുമ്പോൾ ആ മരണം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് അത് പ്രസംഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. പുനരുദ്ധാനത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ആ പുനരുദ്ധാനം നൽകുന്ന ജീവിതപരമായ ഉത്തരവാദിത്വങ്ങൾ പ്രസംഗിക്കുന്നവർ നിവർത്തിക്കുക എന്നുള്ളത് അതിൽ തന്നെ എത്രയോ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിങ്ങനെ പറയട്ടെ, മഹാനിയോഗം ഉത്സാഹത്തോടെ നിവർത്തിക്കുന്നവരുടെ ജീവിതത്തിൽ തന്നെ വലിയ പരിവർത്തനത്തിന് കാരണമായിട്ട് തീരും എന്ന് നാം ഉൾക്കൊള്ളുകയാണ്. മൂന്നാമത്തെ കാര്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അവൻ്റെ നാമത്തിൽ മാനസാന്തരം പ്രസംഗിക്കണം. നമ്മുടെ കർത്താവ് എത്ര വ്യക്തമായിട്ടാണ് ഈ സത്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായി നമ്മൾ കാണുന്നത്. നമുക്കറിയാം, നിയോഗം ഏറ്റെടുത്ത അപ്പൊസ്തലന്മാർ ആ പ്രസംഗം നിർവഹിക്കുമ്പോൾ ഈ കാര്യത്തിനൊക്കെ നൽകിയിട്ടുള്ള പ്രാധാന്യം അപ്പൊസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ അപ്പൊസ്തലനായ പൗലോസിൻ്റെ പ്രസംഗത്തിൽ പ്രത്യേകിച്ച് ഈ കാര്യം ഏറെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രസംഗങ്ങളിലൊക്കെ തന്നെ ഇതുണ്ട്. എന്നാൽ നമ്മൾ ഉദാഹരണമായിട്ട് ഇത് ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വാക്യം നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണ്, എങ്കിലും ഒന്ന് വായിച്ചു പോകാം. പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 30-ാമത്തെ വാക്യം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അപ്പോൾ മാനസാന്തരപ്പെടുക എന്നുള്ളത് ദൈവം നൽകിയിട്ടുള്ള കൽപ്പനയാണ് എന്നുള്ള കാതലായ സത്യം അഥേനയിലെ പ്രസംഗത്തിൽ പൗലോസ് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് നമ്മളൊരു സന്ദേശവാഹകർ എന്നേ ഉള്ളൂ. കാരണം ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ എല്ലാ വിശ്വസ്തതയിലും കൈമാറുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ മാനസാന്തര സന്ദേശം നൽകുന്നു എന്നുള്ളത് അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതായ കാര്യമാണ്. അതിൻ്റെ ഒത്തിരി വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ആ വാക്യത്തിൽ മറ്റൊരു സത്യം കൂടി എടുത്തു പറയുന്നത്, ഇത് എല്ലായിടത്തും എല്ലാ മനുഷ്യരോടുമുള്ള കൽപ്പനയാണ് എന്നുള്ളതായ കാര്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കർത്താവ്
പോയി പ്രസംഗിക്കാനായിട്ട് പറയുമ്പോൾ ഈ സന്ദേശം ഭരമേൽപ്പിച്ചയക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇവിടെ നമുക്ക് ഈ സന്ദേശത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരവലോകനം ഉൾക്കൊള്ളുന്നത് നന്നായിരിക്കും. നമുക്കറിയാം, മാനസാന്തര സന്ദേശം പഴയ നിയമത്തിൽ നമ്മൾ ധാരാളം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രവാചകന്മാരെ ദൈവം അയക്കുമ്പോൾ മാനസാന്തരത്തിൻ്റെ സന്ദേശമാണ് പ്രധാനമായിട്ടും നൽകിയതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇസ്രയേൽ ജനത്തിന് സന്ദേശം നൽകുമ്പോഴും ഈ സന്ദേശത്തിൻ്റെ പ്രാധാന്യം നമുക്ക് എത്രയോ പ്രവാചക വാക്യങ്ങളിൽ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കെല്ലാം നമ്മൾ ഈ പഠനത്തിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പുറത്തുള്ളവരോടുള്ള സന്ദേശം അറിയിക്കുമ്പോഴും ഈ വിഷയത്തിന് നൽകപ്പെട്ടിരുന്ന പ്രാധാന്യം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഉദാഹരണം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണുമായിരിക്കാം. യോനയെ ദൈവം നിനവയിലേക്ക് അയക്കുമ്പോഴും ഈ സന്ദേശം പ്രസംഗിക്കാനായിട്ടാണ് പ്രധാനമായിട്ടും അയച്ചത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രസംഗത്തിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ഒത്തിരി അവിടെ വായിക്കുന്നില്ല. വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചാണ് യോന പ്രധാനമായിട്ടും പ്രസംഗിച്ചത്. പക്ഷേ ന്യായവിധിയെക്കുറിച്ചുള്ള കേൾവി ജനത്തിൽ വരുത്തിയതായ പ്രതികരണത്തിൽ മാനസാന്തരമുണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. യോന 3:10 വാക്യം നമുക്ക് നല്ല പരിചയമുള്ള വാക്യമാണല്ലോ. ആ വാക്യം ഒന്ന് വായിച്ച് പോകാം. യോന പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ആർക്കറിയാം, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളിച്ചതിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദരിച്ച് വരുത്തിയിരുന്നു. അപ്പോൾ അവിടെ ശരിക്കുമുള്ള മാനസാന്തരത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷണം ഇവരുടെ മാനസാന്തരത്തിൽ നമ്മൾ കാണുകയാണ്. അവിടെ മാനസാന്തരപ്പെട്ടവർ സാക്ഷ്യം പറഞ്ഞതായിട്ടൊന്നും നമ്മൾ വായിക്കുന്നില്ല. പിന്നെ അവിടെ പറയുന്നത് അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് അവരുടെ ജീവിതം തെളിയിച്ചു. അവരുടെ പ്രവൃത്തികളാൽ ആരാണ് കണ്ടത്? ദൈവം കണ്ടു. അപ്പോൾ ഇവിടെ നമുക്കൊരു കാതലായ സന്ദേശം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. മാനസാന്തരത്തിൻ്റെ സന്ദേശം ദൈവം നൽകുമ്പോൾ പാപത്തിൻ്റെ വഴികളെ വിട്ട് മാനസാന്തരപ്പെട്ടൊരു ജീവിതത്തിലേക്ക് യഥാസ്ഥാനപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. മാനസാന്തര സന്ദേശവും സ്നാനവും നൽകിയ യോഹന്നാൻ സ്നാപകനെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് ഈ സന്ദേശത്തിൻ്റെ മുമ്പിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. മാനസാന്തരത്തിൻ്റെ സന്ദേശവും നൽകി മാനസാന്തരപ്പെട്ടു വരുന്നവരെ സ്നാനപ്പെടുത്തുകയും ചെയ്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. സ്നാനപ്പെട്ടവർക്ക് ഇനി ഒരു ഉപദേശവും കൊടുത്തല്ലോ, ഓർക്കുന്നുണ്ടോ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അപ്പോൾ ഇവിടെ ഈ നിനവേക്കാരുടെ മാനസാന്തരത്തിൽ അതിന് യോഗ്യമായ ഫലം അവരുടെ ജീവിതത്തിൽ കണ്ടു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, മാനസാന്തരം ദൈവത്തിൻ്റെ സന്ദേശമായിരിക്കുമ്പോൾ തന്നെ അത് മാനസാന്തരപ്പെടുന്നവരിൽ അടിസ്ഥാനപരമായ ജീവിത രൂപാന്തരത്തിന് അത് കാരണമായിട്ട് തീരും എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഞാനീ വചനത്തിലൂടെ ഈ ദിവസങ്ങൾ കടന്നു പോയപ്പോഴൊക്കെ ഓർത്തു, നമ്മൾ സാധാരണ മാനസാന്തരപ്പെടുന്ന കാര്യവും ഒക്കെ പ്രസംഗത്തിൽ പറയുമെങ്കിലും നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയല്ല ഇത് പറയുന്നത്. കർത്താവ് പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതങ്ങ്
പ്രസംഗിക്കുകയാണ്. പക്ഷേ ഈ ദൈവവചനത്തിൽ ഈ സന്ദേശം നൽകിയിട്ടുള്ള ആളുകൾ, ദൈവത്തിൻ്റെ ദാസന്മാർ ശരിക്കും കേൾവിക്കാരുടെ മാനസാന്തരത്തെ വിശ്വാസത്തോടു കൂടി പ്രതീക്ഷിച്ചാണ് ആ ശുശ്രൂഷ നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഞാൻ ഈ വചനത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്ത് ഇവിടെ നമ്മളൊന്ന് കുറച്ചൊരു ശുഭാപ്തി വിശ്വാസത്തിലേക്ക് വരാനുള്ള ആവശ്യകതയുണ്ട് എന്നുള്ളതായ കാര്യം ഇവിടെ ഞാൻ ചേർത്ത് ഓർക്കുകയായിരുന്നു. അപ്പോൾ മാനസാന്തരപ്പെടാനുള്ള സന്ദേശം ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നൽകേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. പഴയ പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് നമ്മൾ ഒത്തിരി പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയ വിഷയം എന്താണ്? ഈ വിഷയമാണ്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമുക്കത് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ കർത്താവ് പ്രസംഗിച്ച് തുടങ്ങിയ വിഷയമാണിത് എന്നുള്ളത് മത്തായി സുവിശേഷകൻ ഏറെ കൃത്യമായിട്ടും വെളിപ്പെടുത്തുകയാണ്. എന്നു മുതൽ പ്രസംഗിച്ചെന്ന് അവിടെ പറയുന്നുണ്ട്. അന്നു മുതൽ യേശു ഈ വിഷയം പ്രസംഗിച്ച് തുടങ്ങി. എന്നു മുതൽ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. അപ്പോൾ ഞാനിവിടെ ഓർത്തൊരു കാര്യം, യോഹന്നാൻ അതുവരെ എന്താ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്? മാനസാന്തരത്തിൻ്റെ സന്ദേശമാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. യോഹന്നാൻ തടവിലായപ്പോൾ പിന്നെ പ്രസംഗം നിന്നു തൽക്കാലം. തടവിൽ നിന്ന് പിന്നെ തൻ്റെ ജീവിതം അവസാനിക്കുകയാണല്ലോ ചെയ്തത്. അതിൻ്റെ ചരിത്രം നമുക്ക് വളരെ കൃത്യമായിട്ടും അറിയാം. അപ്പോൾ ഇവിടെ തൻ്റെ മുന്നോടിയായിട്ട് വന്ന യോഹന്നാൻ ഈ സന്ദേശം പ്രസംഗിച്ചു. ആ പ്രസംഗം തടസ്സപ്പെടുമ്പോൾ കർത്താവ് ആ വലിയ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പഴയ നിയമ പ്രവാചകന്മാരുടെ ശുശ്രൂഷയും കൂടെ വിലയിരുത്താനിടയായിട്ട് തീർന്നാൽ, പ്രത്യേകിച്ച് മലാക്കി പ്രവചനത്തിൽ ഏറ്റവും അധികം പ്രവാചകൻ വെളിപ്പെടുത്തിയ ദൂതായിരുന്നു മാനസാന്തരം. അവരുടെ പാപത്തിലേക്ക് വിരൽ ചൂണ്ടി മാനസാന്തരപ്പെടാനുള്ള സന്ദേശം നൽകുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. വേറെ പ്രവാചകന്മാരോട് ചോദിക്കാത്തൊരു ചോദ്യവും മലാക്കിയോട് ചോദിച്ചായിരുന്നു, ഞങ്ങൾ ഏതിലാണ് ഞങ്ങൾ മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ പാപത്തെ തിരിച്ചറിയാൻ കഴിയാത്തതായ ആത്മീക അന്ധത ബാധിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് കർത്താവ് ഏതിലാണ് മാനസാന്തരപ്പെടേണ്ടത് എന്നുള്ളതായ കാര്യം ഏറ്റവും വ്യക്തമായിട്ട് അവിടെ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പിന്നീടൊരു ഇടവേള, പിന്നീട് യോഹന്നാൻ സ്നാപകൻ വന്ന് ആ മാനസാന്തര സന്ദേശം തുടരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. യോഹന്നാൻ തടവിലാകുമ്പോൾ നമ്മുടെ കർത്താവ് ആ വലിയ സന്ദേശം കൈമാറി എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ അതോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവ് ദീർഘമായ നാളുകൾ പ്രസംഗിച്ചു. കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇത് പ്രസംഗിക്കാനായിട്ട് ആരെ ഏൽപ്പിക്കുകയാണ്? ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് പകൽ ഓർത്തു, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഈ കൽപ്പന അതാത് കാലങ്ങളിൽ വിശ്വസ്തമായി നിർവഹിക്കത്തക്കവണ്ണം
ഏൽപ്പിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഓർക്കാനായിട്ട് കഴിയും. ഒരു വാക്യം എൻ്റെ മനസ്സിൽ വരുന്നു. നമ്മെ കർത്താവ് ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഈ തലമുറയിലാണ്. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ കർത്താവ് നൽകിയ ഈ വലിയ നിയോഗത്തിൽ ഉൾപ്പെടുന്നതായ ഈ ദൈവിക സന്ദേശം ഈ തലമുറയിൽ നമുക്ക് ദൈവം പകർന്നു കൊടുക്കത്തക്കവണ്ണം ഉത്തരവാദിത്വം നൽകിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അത് നിർവഹിക്കുക എന്നുള്ളത് അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ടതായൊരു കാര്യമായിട്ട് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിൽ വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുന്നത്, നമുക്ക് ഒരു സ്ഥലം സഭ ഒരു ദേശത്ത് ദൈവം ആക്കുമ്പോൾ ആ സ്ഥലം സഭയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് നാം പലപ്പോഴും ഓർത്തിട്ടുണ്ട്. എന്താ ഏറ്റവും വലിയ ഉത്തരവാദിത്വം? സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ഈ ചിന്തിക്കുന്ന വിഷയബന്ധത്തിൽ പറഞ്ഞാൽ മഹാനിയോഗ നിർവഹണമാണ് ഒരു സ്ഥലം സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ചിലപ്പോൾ സ്ഥലം സഭ ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് മാത്രമല്ലല്ലോ ചെയ്യാൻ പറ്റുള്ളൂ, അത് വേറെ പലർക്കും ചെയ്യാം. നമ്മളതുകൊണ്ട് ചെയ്യണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, നമ്മളത് ചെയ്യണം. അത് വലിയ ഉത്തരവാദിത്വമാണ്. അത് ഈ തലമുറയിൽ നമുക്ക് ദൈവസ്നേഹം വെളിപ്പെടുത്താനുള്ളതായ പ്രധാനപ്പെട്ടതായ മുഖാന്തരവുമാണ്. അത് നമുക്ക് വേറിട്ട് ഓർക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി നമ്മുടെ കർത്താവ് നൽകിയിട്ടുള്ളതായ ഈ നിയോഗം ദേശത്തിന് കൈമാറുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഓർത്തിട്ടുള്ളൊരു വാക്യമാകൊണ്ട് ഞാൻ ആ റെഫറൻസ് പറഞ്ഞാൽ മതി എന്ന് വിചാരിക്കുന്നു. യെരുശലേമിലെ സഭ ഈ കാര്യത്തിൽ എത്രയോ മനോഹരമായ സാക്ഷ്യമാണ് പുലർത്തുവാൻ ഇടയായിട്ട് തീർന്നത്. ആ വാക്യം വായിക്കണമെന്നില്ലല്ലോ. പ്രവൃത്തിയുള്ള 5-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യം നിങ്ങളുടെ ഓർമ്മയിൽ കാണുമായിരിക്കുമെന്നാണ് എൻ്റെ വിചാരം. അവർ യെരുശലേമിനെ അവരുടെ ഉപദേശം കൊണ്ട് നിറച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, ഈ പ്രസംഗ വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സ്ഥലം സഭയുടെ സുവിശേഷ ദൗത്യത്തിൽ ഈ വക സത്യങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനയോടുള്ള അനുസരണത്തിൽ നമ്മുടെ ദേശത്ത് കൈമാറിക്കൊടുക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരെ ഈ ദൗത്യം ഭരമേൽപ്പിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രസംഗിക്കാൻ തന്നിട്ടുള്ള ഈ വിഷയം അതിൽ തന്നെ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഏറ്റവും കൃത്യമായി നിർവഹിക്കാനായിട്ട് സാധിക്കട്ടെ. നമുക്കറിയാം, നാം മാനസാന്തരത്തിൻ്റെ സന്ദേശം പ്രസംഗിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് ജനം എങ്ങോട്ടാണ് തിരിയേണ്ടത്? ദൈവത്തിങ്കലേക്ക് തിരിയുകയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്നും പാപത്താൽ അകന്നുപോയ ആളുകൾക്ക് മാനസാന്തരത്തിൻ്റെ സന്ദേശം പകർന്നു കൊടുത്ത് അവരെ ദൈവത്തിങ്കലേക്ക് തിരിച്ച് വിളിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാനസാന്തരം പ്രസംഗിക്കുക എന്നുള്ളത് അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ട കാര്യമായിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഈ സന്ദേശം പ്രസംഗിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓർത്തതുപോലെ ജീവിതപരമായൊരു വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് ഈ വിഷയത്തിൽ തന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് പകൽ വചനം ധ്യാനിക്കുമ്പോൾ ഓർത്തൊരു കാര്യം, കർത്താവ് ഈ ശിഷ്യന്മാർക്ക് മാനസാന്തരം പ്രസംഗിക്കണമെന്നുള്ളതായ നിയോഗം കൊടുത്തു. പിന്നെ ഈ ശിഷ്യന്മാരിൽ ഒരാൾക്ക് പത്മോസ് ദ്വീപിൽ വെച്ച് കർത്താവ് പ്രത്യക്ഷനായിട്ട് മാനസാന്തരത്തിൻ്റെ
തുടർമാനമായ സന്ദേശങ്ങൾ യോഹന്നാനിലൂടെ നൽകപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഏതധ്യായങ്ങളിലാണ് കാണുന്നത്? വെളിപ്പാട് 2ഉം 3ഉം അധ്യായങ്ങളിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് സഭാംഗങ്ങളായി സാക്ഷ്യം വഹിക്കുന്നവർക്ക് കർത്താവ് ദൂത് നൽകുമ്പോൾ ഈ മാനസാന്തരത്തിൻ്റെ സന്ദേശം ആവർത്തിച്ച് നൽകുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഉയർത്തെഴുന്നേറ്റ ശേഷം കർത്താവ് കൈമാറിയതായ ദൂതായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ മിക്കവാറും അറിയാം. എങ്കിലും ഞാനതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഒന്ന് പറയുന്നത് പ്രയോജനകരമായിരിക്കും എന്ന് കരുതുകയാണ്. നമ്മൾ ഈ മാനസാന്തര സന്ദേശവുമായി ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കുള്ള ഒരുക്കം എന്ന് പറയുന്നത് നാം മാനസാന്തരപ്പെടേണ്ട സ്ഥാനങ്ങളിൽ മാനസാന്തരപ്പെട്ട് ദൈവമുമ്പാകെ ശരിയായ നില സൂക്ഷിക്കുക എന്നുള്ളത് ഈ സന്ദേശം പ്രസംഗിക്കുന്നതിനുള്ള ഉത്തരവാദിത്വത്തിൽ വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഒന്നങ്ങ് പറഞ്ഞു പോകാം എന്ന് കരുതുന്നു. എല്ലാ വാക്യവും വായിക്കേണ്ട എന്ന് കരുതുകയാണ്. എഫെസോസ് സഭയ്ക്കുള്ള ദൂതിലാണ് മാനസാന്തര സന്ദേശം കർത്താവ് ആദ്യം നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വളരെ പ്രസിദ്ധമായിട്ടുള്ളതായ വാക്യമാണല്ലോ. എഫെസോസ് സഭയുടെ പാപം എന്തായിരുന്നു? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുകയും ആദ്യത്തെ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ കാര്യം, നമ്മൾ നേരത്തെയൊക്കെ ഓർത്തിട്ടുള്ളതുപോലെ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാതെ നമുക്ക് സുവിശേഷം പറയാനായിട്ട് പറ്റുകയില്ല. ആ സ്നേഹത്തിൻ്റെ സൽഗുണം നമ്മൾ പറയാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ അതോട് ചേർത്ത് നമുക്കിവിടെ ഓർക്കാം, ഈ സ്നേഹത്തിൻ്റെ സൽഗുണം നമ്മൾ ഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ആവശ്യമുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്ന് വരികിൽ നമ്മുടെ പ്രസംഗത്തിൽ ആർക്ക് പ്രസാദിക്കാൻ പറ്റുകയില്ല? ദൈവത്തിന് പ്രസാദിക്കാൻ പറ്റുകയില്ല. നല്ല പ്രസംഗപാഠമൊക്കെ ഉണ്ടെങ്കിൽ കേൾവിക്കാർക്ക് വലിയ പ്രയാസം തോന്നിയെന്ന് വരികയില്ല. അവർക്ക് എല്ലാറ്റിൻ്റെയും നിജസ്ഥിതി അറിയാൻ പറ്റുകയില്ലല്ലോ. പക്ഷേ നാം ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഈ വിലപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ഈ വിഷയത്തിലൊക്കെ പ്രാഗൽഭ്യം സൂക്ഷിക്കുക എന്നുള്ളത് അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ടതായ കാര്യമായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തന്നെ പൊതുവിലുള്ള ജനത്തിന് മാനസാന്തരത്തിൻ്റെ സന്ദേശം നൽകുമ്പോൾ തന്നെ ഈ വക വിഷയങ്ങളിൽ നമുക്ക് മാനസാന്തരം ആവശ്യമുണ്ട് എന്ന് വരികിൽ അവിടെ ക്രമപ്പെടാനുള്ളതായ ആവശ്യകത ദൈവാത്മാവ് വ്യക്തമാക്കുകയാണ്. ഞാൻ ആ ഔട്ട്ലൈൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോകാം എന്ന് കരുതുന്നു. നമ്മൾ അടുത്ത ദൂതിലേക്ക് വരുമ്പോൾ അവിടെ അടുത്ത ദൂത് മാനസാന്തര സന്ദേശം ഇല്ലാത്ത ദൂതാണല്ലോ. സ്മുർണ്ണ സഭയ്ക്ക് മാനസാന്തരത്തിൻ്റെ സന്ദേശം ഇല്ല. എന്തുകൊണ്ടാണ് മാനസാന്തരത്തിൻ്റെ സന്ദേശം കൊടുക്കാതിരുന്നത് എന്നുള്ളതിൻ്റെ കാരണം ഞാൻ പറയേണ്ടതില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, അവർ മാനസാന്തരത്തിൻ്റെ തുടർമാനമായ അനുഭവത്തിൽ സാക്ഷ്യം വഹിക്കുന്ന ആളുകളായിരുന്നു. അവരുടെ കുറ്റം പ്രത്യേകിച്ച് കർത്താവിന് പറയാനില്ലാത്ത നിലയിൽ അവർ ദൈവസന്നിധിയിൽ സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമുക്ക് ആ നില സൂക്ഷിക്കാനായിട്ട് സൂക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതിന് 2 സഭകൾ മനോഹരമായിട്ടുള്ള മാതൃകയായിട്ടാണ് ഇരിക്കുന്നത്, സ്മുർണ്ണ സഭയും ഫിലദൽഫിയ സഭയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, നമുക്ക് മാനസാന്തരത്തിന് പ്രത്യേകിച്ചൊരു സന്ദേശം കർത്താവിന് പറയാൻ വകയില്ലാത്ത നിലയിൽ നമ്മുടെ ജീവിതത്തെ ഏറ്റവും പ്രാഗൽഭ്യത്തോടെ സൂക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ചേർത്ത് ഓർക്കാനായിട്ട് സാധിക്കട്ടെ. പിന്നെ മാനസാന്തരത്തിൻ്റെ സന്ദേശം നമ്മൾ കാണുന്നത് പെർഗമോസിലെ സഭയ്ക്കുള്ളതായ ദൂതിലാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ
16-ാമത്തെ വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത്. അവിടെയുള്ള 15ഉം 16ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ചോളൂ. അപ്പോൾ പെർഗമോ സഭയുടെ വീഴ്ച എന്തായിരുന്നു എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഈ വായിച്ച വാക്യത്തിൽ നിക്കോലാവരുടെ ഉപദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഗുരുതരമായൊരു ദുരുപദേശം അവിടെ ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ ആ സഭയിൽ ഉണ്ടായിരുന്നു. ആ ഉപദേശത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു സത്യം ഞാൻ ഓർപ്പിക്കുകയാണ്. ഉപദേശത്തിലുള്ള വ്യതിചലനം ഉണ്ടായാൽ എന്തു ചെയ്യണം? ഉപദേശത്തിലുള്ള വ്യതിചലനം ഉണ്ടായാൽ മാനസാന്തരപ്പെടണം. കാരണം ഇവിടെ ഈ സഭ ബിലയാമിൻ്റെ ഉപദേശത്തിലേക്കും നിക്കോലാവി ഉപദേശത്തിലേക്കും വഴുതിപ്പോകുമ്പോൾ അവർക്ക് മാനസാന്തരത്തിനുള്ള സന്ദേശം 16-ാമത്തെ വാക്യത്തിൽ നൽകുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ വചനം അറിയിക്കുമ്പോൾ അത് ഏറ്റവും ശരിയായി നിർവഹിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ആദ്യം ദൈവവചനത്തിൻ്റെ പഥ്യമായ ഉപദേശത്തെ മുറുകെ പിടിക്കുന്നവരും സൂക്ഷിക്കുന്നവരുമായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഇതൊക്കെ നമ്മുടെ നിജസ്ഥിതിയെ പരിശോധിക്കാനും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താനും ആവശ്യമുള്ള മേഖലയായിട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ പിന്നെ നാം മാനസാന്തരത്തിൻ്റെ സന്ദേശം കാണുന്നത് 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിലാണ്. ആ വാക്യം നമ്മൾ എത്രയോ വട്ടം വായിക്കാനും ചിന്തിക്കാനും ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അവിടെ ഏറ്റവും ഗുരുതരമായൊരു പാപത്തെയും തുയത്തൈര സഭ വെച്ച് പുലർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യം വായിച്ചാൽ ആ പാപത്തിൻ്റെ ഗൗരവം നമുക്കറിയാം. 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. അപ്പോൾ അവിടെ എത്ര ഗൗരവതരമായിട്ടാണ് ഈ സന്ദേശം കൈമാറപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ പല കാര്യങ്ങളും മാനസാന്തരത്തിലുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ മനസ്സില്ല എന്ന് നാം വായിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ദൂതുണ്ടല്ലോ. മാനസാന്തരത്തിന് ആവശ്യമുണ്ടെങ്കിലും മാനസാന്തരത്തിന് മനസ്സില്ലാത്ത അപകടകരമായ സ്ഥിതി പ്രിയപ്പെട്ടവരെ വന്നു പോകുന്നതിനുള്ളതായ സാധ്യത ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വലിയ സന്ദേശം പ്രസംഗിക്കാനുള്ള ആളുകൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ ഇവിടെ സൂക്ഷ്മതയോടെ ചിട്ടപ്പെടുത്തത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലാണ് സർദീസ് സഭയ്ക്കുള്ള ദൂതിൽ നാം ഇത് വായിക്കുന്നത്. സർദീസ് സഭയുടെ പാപം എന്തായിരുന്നു എന്ന് ഓർക്കണ്ടോ? ആത്മീക നിർജീവത്വമായിരുന്നു. ഞാനത് വേറിട്ട് ചോദിച്ചത്, ഇതൊരു പാപമായിട്ട് തന്നെ അനേക ആളുകളും കണ്ടിട്ടില്ല. ആത്മീക നിർജീവത്വം എന്നുള്ളത് ഒരു കുറ്റമായി പോലും കാണാത്ത ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് കർത്താവ് വളരെ ഗൗരവമായിട്ടാണ് ആ കാര്യം അവരെ ഓർപ്പിക്കുന്നത്. ജീവനുള്ളവന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കുകയാണ്, വ്യക്തിപരമായിട്ട് ഈ നിർജീവത ആരെയും ബാധിക്കാനുള്ളതായ സാധ്യത ഉണ്ട്. നിർജീവതയിലും അവർക്ക് ചില പ്രവൃത്തികളും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവ് അതിൻ്റെ ഒരു ഇവാലുവേഷൻ അവിടെ പറയുന്നുണ്ട്. നിൻ്റെ പ്രവൃത്തി
എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക എന്ന് ആ സഭയോട് കർത്താവ് പറയുന്നു എന്നുള്ളത് നാം കാണുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ വിഷയത്തിലുള്ള മാനസാന്തരം നമുക്ക് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ആവശ്യമുണ്ടോ എന്നുള്ളതായ കാര്യം വളരെ പരമാർത്ഥതയോടുകൂടി പരിശോധിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്കേവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇനി ഒടുവിലത്തെ ദൂതിലാണ് നമുക്ക് അത് വായിക്കാനായിട്ട് കഴിയുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് കുറച്ചുകൂടി പരിചയമുള്ള വാക്യമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് അവിടെ നിന്ന് മുൻപോട്ട് പോകാം. 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. അപ്പോൾ അവിടെ കർത്താവ് ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു. നമ്മൾ ഒത്തിരി ഓർത്തിട്ടുള്ളൊരു വാക്കാണത്. എങ്കിലും ഇവിടെ അതൊന്ന് എടുത്ത് പറയണമല്ലോ. കർത്താവ് ശാസിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ധാരാളം ചിന്തിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ശാസിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ശാസിക്കുന്നത്. അപ്പോൾ നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പാപങ്ങളും വചനത്തിലൂടെ ശാസിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ശാസനയും കൂട്ടാക്കാതെ വന്നാലുള്ള ശിക്ഷയും വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടെ മാനസാന്തരപ്പെടാനായിട്ട് സാധിക്കണം. അവിടെ ജാഗ്രതയുള്ളവനായിരിക്കാൻ പറയാൻ കാരണം എന്താണ്? ശാസനയും ശിക്ഷയും നടന്നാലും എല്ലാവരും മാനസാന്തരപ്പെട്ടു കൊള്ളണമെന്ന് നിർബന്ധമില്ല. കാരണം ശാസനയിൽ മുഷിയാനും ശിക്ഷയെ തിരിച്ചറിയാതെ പോകാനുമുള്ളതായ വലിയ അപകട സാധ്യത നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം ആവർത്തിച്ച് നമ്മെ ശാസിച്ചിട്ട് ശാസന കൂട്ടാക്കാത്തതിനാൽ ചില ശിക്ഷകൾ തന്നിട്ട് നമുക്ക് ജാഗ്രതയോടെ മാനസാന്തരപ്പെടാനായിട്ട് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെയും മാനസാന്തരപ്പെടാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ 5 വാക്യങ്ങളിലൂടെ പോയതിലൂടെ ആഗ്രഹിച്ചതായ കാര്യം, മാനസാന്തരപ്പെടാൻ ആവശ്യമുള്ള വ്യത്യസ്തമായ തലങ്ങൾ നമ്മുടെ കർത്താവ് പുനരുത്ഥാനത്തിന് ശേഷം സഭകൾക്ക് നൽകിയതായ ഈ ദൂതിലൂടെ ഏറ്റവും വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 കാര്യങ്ങളൊന്ന് ചേർത്ത് ചിന്തിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരെ, യോഹന്നാനെ ഉൾപ്പെടെ മാനസാന്തരം പ്രസംഗിക്കാനായിട്ട് അയച്ചതിന് ശേഷം അന്നും നിലവിലുണ്ടായിരുന്ന 7 സഭകൾക്ക് മാനസാന്തരത്തിൻ്റെ സന്ദേശം കൈമാറി കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നാം ചേർത്തൊരു ദൂത് ഉൾക്കൊള്ളേണ്ടിയതായ കാര്യമാണ്. മാനസാന്തരത്തിൻ്റെ വിലയേറിയ സന്ദേശം നമ്മൾ ഈ തലമുറയ്ക്ക് കൈമാറി കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കാനും മാനസാന്തരത്തിന് ആവശ്യമുള്ള ഏതെങ്കിലും മേഖലയിൽ നമ്മളായിരിക്കുന്നു എന്ന് വരികിൽ ജാഗ്രതയോടെ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ക്രമപ്പെടാനും നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. 2 സഭകൾക്ക് ഈ ദൂതില്ല, അവർ തൃപ്തികരമായ സാക്ഷ്യം സൂക്ഷിച്ചു. അപ്പോൾ 5 സഭകൾക്ക് ഈ ദൂത് കൊടുക്കുമ്പോൾ ബഹുഭൂരിപക്ഷത്തിനും ഈ ദൂതിൻ്റെ ആവശ്യകത ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ നാം ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൂത് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ആവശ്യമായിരിക്കുന്നുവോ എന്നുള്ളത് പരമാർത്ഥതയോടെ പരിശോധിക്കാം. സഭകൾക്കാണ് ദൂതെങ്കിലും
മാനസാന്തരപ്പെടുന്നത് ആരാണ്? വ്യക്തികളാണ്. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ഈ രണ്ട് സത്യങ്ങളിങ്ങനെ ചേർത്ത് പറയുകയാണ്. മാനസാന്തരത്തിൻ്റെ ഈ വലിയ സന്ദേശം ഈ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ആ വലിയ ഉത്തരവാദിത്വം നമ്മെ ഭരമേൽപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന് ആവശ്യമില്ല എന്ന് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തി ആ പ്രാഗൽഭ്യത്തോടു കൂടി ഈ സന്ദേശം കൈമാറിക്കൊടുക്കത്തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഞാൻ രണ്ടും പ്രസംഗ വിഷയം ആദ്യം പറഞ്ഞപ്പോൾ ചേർത്ത് ഓർപ്പിച്ചതുപോലെ ഈ പ്രസംഗത്തിൽ ഒരാൾ തുടരും തോറും ആ പ്രസംഗിക്കുന്ന വ്യക്തികളുടെ ജീവിതം ഏറെ ശരിപ്പെടുവാൻ ഇടയായിട്ട് തീരും. ഈ നിയോഗം തന്നവന് ഏറെ പ്രസാദകരമായിട്ട് ഈ ദൂത് അറിയിക്കുന്നവരുടെ ജീവിതം രൂപാന്തരപ്പെടും എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉത്തരവാദിത്വം നമ്മുടെ തലമുറയിൽ എല്ലാ പ്രാഗൽഭ്യത്തോടും കൂടെ നിർവഹിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ആവശ്യമായ ദൈവകൃപ നൽകട്ടെ. ഞാൻ ഇങ്ങനെയൊരു വാചകം പറഞ്ഞ് അവിടെ നിന്ന് മുമ്പോട്ട് പോകട്ടെ. മാനസാന്തരത്തിന് ആവശ്യമുള്ള ശിഷ്യന്മാരല്ല, മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെട്ടവരാണ് മാനസാന്തരം പ്രസംഗിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ദൗത്യം നമ്മൾ കൈമാറുമ്പോൾ ഇത് വിശ്വസ്തമായി നിർവഹിക്കുവാൻ നമ്മൾ ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാ കൃത്യതയിലും ഉറപ്പാക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈ പ്രസംഗ വിഷയം കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത അവിടെ പറയുന്നുണ്ട്. അതും കൂടെ ഞാനൊന്ന് എടുത്ത് പറയുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പ്രസംഗ വിഷയം പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, അവൻ്റെ നാമത്തിൽ മാനസാന്തരം. അപ്പോൾ ഈ മാനസാന്തരം ഈ മതങ്ങളുടെ മേഖലകളിലൊക്കെ വളരെ പ്രചാരമുള്ള ഒരു കാര്യത്തോട് ബന്ധമുള്ളതാണ്. എല്ലാ മതങ്ങളിലും പശ്ചാത്താപത്തിന് പ്രാധാന്യം ഉണ്ട്. നമ്മൾ സാധാരണ ഒരാളോട് പാപത്തിൻ്റെ പരിഹാരത്തിനുള്ള വഴി എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട്, അവരിൽ ബഹുഭൂരിപക്ഷം പറയാറുള്ളതായ കാര്യം പശ്ചാത്താപമാണ് പാപത്തിൻ്റെ പരിഹാരം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ചാൽ പാപം ദൈവം പൊറുക്കും എന്നൊരു വിചാരമാണ് പൊതുവെ ദൈവവിശ്വാസികളുടെ നടുവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ വേദപുസ്തകം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സന്ദേശമാണല്ലോ നമുക്ക് നൽകുവാൻ ഇടയായിട്ട് തീരുന്നത്. നമ്മൾ റോമാലേഖനം പഠിച്ചപ്പോൾ അത് വിശദമായിട്ട് ഓർക്കാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. 3-ാം അധ്യായത്തിൽ 25-26 വാക്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ അന്ന് അവിടെ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. നമ്മൾ പശ്ചാത്തപിക്കണം, കേവലം മാനസാന്തരപ്പെടണമെന്നല്ല ആളുകളോട് പറയുന്നത്. പിന്നെ ഇവിടെ കർത്താവ് എടുത്തു പറഞ്ഞ കാര്യമുണ്ട്, അവൻ്റെ നാമത്തിൽ മാനസാന്തരം. അപ്പോൾ ഈ അവൻ്റെ നാമത്തിലുള്ള മാനസാന്തരം എന്നുള്ളത് പശ്ചാത്താപത്തോട് ചേർന്ന് ഈ നാമത്തിൽ ഒരുക്കപ്പെട്ടിട്ടുള്ളതായ പ്രായശ്ചിത്തത്തിൻ്റെ മഹത്വം കൂടി വെളിപ്പെടുന്നതാണ്. അതിന് വേറൊരർത്ഥമുണ്ട്, അത് ഞാൻ പിന്നീട് ഓർപ്പിക്കുന്നതാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ സത്യം അപ്പോസ്തലനായ പൗലോസ് വളരെ മനോഹരമായി അവിടെ വ്യക്തമാക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യം നമുക്ക് നല്ല പരിചയമുള്ളതും ഇതിൻ്റെ വിശദീകരണങ്ങൾ നമുക്കറിയാവുന്നതുമാണ്. എങ്കിലും ഒന്നങ്ങ് വായിച്ചു പോകാം എന്ന് കരുതുന്നു. റോമർ 3-ന്റെ 25.
ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിനെ നീതീകരിക്കുന്നതിനും ആവേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ഒത്തിരി സത്യങ്ങൾ ആ വാക്യത്തിൽ ദൈവാത്മാവ് വ്യക്തമാക്കുന്നുണ്ട്. ഒരു കാര്യം ഒന്ന് ഞാൻ എടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. അപ്പോൾ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഏറ്റവും അധികം ഊന്നിപ്പറയുന്നൊരു കാര്യം പാപത്തെ ഓർത്ത് മാനസാന്തരപ്പെടണം, കർത്താവിലേക്ക് വരണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ആദ്യത്തെ പ്രസംഗ വിഷയത്തിൽ വ്യക്തമാക്കുന്നത് പോലെ ക്രിസ്തു കഷ്ടമനുഭവിച്ച് മരിച്ചത്, ആ മരണത്തിൻ്റെ മഹത്വം നമ്മളിവിടെ കാണുന്നത്, ആ മരണം സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനുള്ള പ്രായശ്ചിത്ത മരണമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ പ്രായശ്ചിത്ത മരണത്തിൻ്റെ മഹത്വമാണ് നമുക്ക് പ്രധാനമായിട്ടും ഉയർത്തി കാണിക്കാനായിട്ട് സാധിക്കുന്നത്. ഞാനൊരു വാചകം ഇങ്ങനെ പറഞ്ഞോട്ടെ. ഒരു പാപിയുടെ പശ്ചാത്താപത്തിൻ്റെ ആഴത്തിലല്ല അവൻ പാപത്തിൻ്റെ മോചനം അനുഭവിക്കുന്നത്. പിന്നെയോ യേശു ക്രിസ്തു തൻ്റെ രക്തം മൂലം ഒരുക്കിയ പ്രായശ്ചിത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ പാപമോചനത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് വരാനിടയായിട്ട് തീരുന്നത്. അപ്പോൾ നമ്മൾ മാനസാന്തരം പ്രസംഗിക്കുമ്പോൾ ഈ നാമത്തിലുള്ള മാനസാന്തരമാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അതാണ് നമ്മൾ പ്രസംഗിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു വ്യക്തി ഈ പ്രായശ്ചിത്തത്തെ മനസ്സിലാക്കാതെ എത്ര ആഴമായ പശ്ചാത്താപത്തിലൂടെ പോയാലും ആ വ്യക്തിക്ക് സുവിശേഷത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ സത്യത്തെ മാനസാന്തര സന്ദേശത്തോട് ചേർത്ത് പറയാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ മാർക്കോസ് സുവിശേഷകൻ കർത്താവ് പ്രസംഗിച്ച കാര്യം 1-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ രേഖപ്പെടുത്തുമ്പോഴും ഈ സത്യം എത്ര മനോഹരമായിട്ടാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. പിന്നെയുള്ള വാക്യം നമുക്കറിയാം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അപ്പോൾ സുവിശേഷം ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് നല്ല റെഡിമെയ്ഡ് ഉത്തരം നമ്മുടെ മനസ്സിൽ ഉണ്ട്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, കർത്താവ് ഈ പ്രസംഗ വിഷയം കൊടുത്തയക്കുമ്പോൾ അവൻ്റെ നാമത്തിൽ മാനസാന്തരം പ്രസംഗിക്കണം എന്നുള്ളതായ ആ വലിയ സത്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ആദ്യത്തെ 2 വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് മാനസാന്തരം പറയുന്നതെങ്കിൽ അതിനകത്ത് പിന്നെ ഒരു അവ്യക്തതയ്ക്ക് ആവശ്യമില്ല. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാനൊരു അർത്ഥവ്യക്തതയ്ക്ക് വേണ്ടി പറയട്ടെ, യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും ഇല്ലാതെ നമ്മൾ മാനസാന്തരം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതോട് ചേർത്ത് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള സന്ദേശമാണ് നമ്മൾ കൈമാറേണ്ടിയിരിക്കുന്നത്. മർക്കോസ് സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ എന്ത് കൃത്യമായിട്ടാണിത് പറയുന്നത്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നമ്മൾ അറിയിക്കുമ്പോൾ അതിൻ്റെ ആ വ്യക്തത ജനത്തിന് കൈമാറിക്കൊടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ കാലത്തും ഈ സത്യത്തെ കർത്താവ് വിശദീകരിച്ചിരിക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാളുടെ ഹൃദയത്തിൽ കുറേയേറെ അശുദ്ധാത്മാക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവയെ വിട്ട് പോയി. പിന്നെ വേറെ സ്ഥലമൊക്കെ അന്വേഷിച്ച് നടന്നിട്ട് കിട്ടാത്തതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ
ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ 7 ആത്മാക്കളെ വിളിച്ചുകൊണ്ട് വന്ന് അവനിൽ പ്രവേശിച്ചു. അവൻ്റെ പിന്നത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ഭയാനകമായിട്ട് തീർന്നു എന്ന് പറഞ്ഞാൽ, ഈ നാമത്തെ കൈക്കൊള്ളാതെയുള്ള മാനസാന്തരം ഇതുപോലുള്ളതായ ശുദ്ധീകരണമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ശുദ്ധീകരണം എല്ലാ മതങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്, വ്യാപകമായി കാണുന്നുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗം നല്ലതാണ്. പക്ഷേ പാപത്തെ ഓർത്ത് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണത്തിൽ വിശ്വാസമർപ്പിച്ച് ഈ കൃപയിലേക്ക് വരിക എന്നുള്ളത് അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് ഇരിക്കുന്നു. ഒരർത്ഥം കൂടി ഞാനൊന്ന് ചേർത്ത് ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. അതൊന്ന് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഈ കർത്താവിൻ്റെ സുവിശേഷം നമ്മൾ പ്രസംഗിക്കുമ്പോൾ, മാനസാന്തരത്തിൻ്റെ സന്ദേശം നൽകുമ്പോൾ, ഒരു പാപിക്ക് ആഴമായ കുറ്റബോധം ഉണ്ടാകുന്നത് യേശുക്രിസ്തുവിൻ്റെ പാപമില്ലാത്ത ജീവിതത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോഴാണ്. ഒരു ഉദാഹരണം പറയാമോ? നിങ്ങൾക്ക് വേദപുസ്തകത്തിൻ്റെ ഒരു ഉദാഹരണം പറയാമോ? ഒരു പാപിക്ക് ആഴമേറിയ കുറ്റബോധം ഉണ്ടാകുന്നത് കർത്താവിൻ്റെ നീതിയോട് അവൻ തൻ്റെ ജീവിതത്തെ ചേർത്ത് ഓർക്കുമ്പോഴാണ്. ക്രൂശിലെ കള്ളൻ ആദ്യം കൂട്ടുകാരനോട് എന്നാ പറയുന്നത്? നാം ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് ഉള്ള ഫലമാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അടുത്ത വാചകം തന്നെ, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. സൈലസങ്ങൾ ഒരിക്കൽ തൻ്റെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ ഓർക്കാറുണ്ട്. അദ്ദേഹം ബോംബെയിൽ വെച്ച് ഭരതനായ KG കുര്യച്ചൻ ചായൻ്റെ ഒരു പ്രസംഗം കേട്ടാണ് രക്ഷിക്കപ്പെടാനിടയായിട്ട് തീർന്നത്. അപ്പോൾ ആ സാക്ഷ്യം വിശദമായി പറഞ്ഞപ്പോൾ പറഞ്ഞു, യേശുക്രിസ്തു പാപമില്ലാത്തവനാണ് എന്നുള്ളത് വളരെ കൃത്യമായി വചനത്തിലൂടെ ആ പ്രസംഗത്തിൽ തെളിയിക്കുകയായിരുന്നു. അപ്പോൾ സൈലസങ്ങൾ പറഞ്ഞ ആ സാക്ഷി ഞാൻ ഓർക്കുന്നുണ്ട്. യേശുക്രിസ്തു പാപമില്ലാത്തവനാണെന്നങ്ങനെ തെളിയിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തോരു വലിയ പാപിയാണെന്ന്. ആ മാനസാന്തരമാണ് കർത്താവിനെ രക്ഷകനും കർത്താവുമായി കൈക്കൊള്ളത്തക്കവണ്ണം മുഖാന്തരമായിട്ട് തീർന്നത് എന്നുള്ള ആ സാക്ഷ്യവാചകം ഞാനിന്ന് പകൽ ഈ പാഠങ്ങൾ ചിന്തിക്കുമ്പോഴും ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ നിന്നു കൊടുക്കുമ്പോഴാണ് നമ്മൾ എത്രയോ അരിഷ്ട മനുഷ്യരാണ്, എത്രയോ വലിയ കുറ്റക്കാരാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവൻ്റെ നാമത്തിൽ മാനസാന്തരം എന്നുള്ളത് ഏറെ അർത്ഥവ്യാപ്തിയുള്ള ഒരു പ്രയോഗമായിട്ടാണ് ഇരിക്കുന്നത്. ഞാനീ പറഞ്ഞ വിശദാംശങ്ങൾ ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി, നല്ല പരിചയമുള്ള വാക്യമാണല്ലോ. നമ്മുടെ കർത്താവിൻ്റെ പാപമില്ലാത്ത ജീവിതത്തിൻ്റെ മഹത്വം ലോകത്തിൻ്റെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് സുവിശേഷം അറിയിക്കുമ്പോൾ അതേറ്റവും പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. ആ മഹത്വം വെളിപ്പെടുമ്പോൾ നമ്മുടെ അരക്ഷിതാവസ്ഥയെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അത് തിരിച്ചറിയുന്ന ജനത്തിന് ആഴമേറിയ പാപബോധമുണ്ടാകുവാൻ ഇടയായിട്ട് തീരും. നമുക്കും മാനസാന്തരത്തെക്കുറിച്ച് വലിയ ബോധ്യം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്വവും ആ ജീവിതത്തിൻ്റെ മഹത്വവും ചേർത്ത് നമ്മൾ ഓർക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ നമ്മുടെ എവിടെയൊക്കെയാണ് ക്രമപ്പെടേണ്ടത്, ഇനിയും മാനസാന്തരപ്പെടേണ്ടത് എന്നുള്ളതായ കാര്യം നമുക്ക് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടാനായിട്ട് സാധിക്കും. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ.
കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ഈ വിഷയം എല്ലാ അനുഭവ പ്രാധാന്യത്തിലും പ്രസംഗിക്കത്തക്കവണ്ണം കർത്താവ് ഈ തലമുറയിൽ നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. മാനസാന്തരത്തിൻ്റെ തുടർമാനാനുഭവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ജീവിച്ച് ഈ ദൗത്യം നിർവഹിപ്പാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.